ഇന്ന് നമ്മളിന്ന് ചിക്കൻ കബാബ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ആദ്യമായിട്ടാണ് ന്യൂ ഇയർ ആയതുകൊണ്ട് ഞങ്ങൾ കുടകിൽ നിന്നും ചെയ്യുന്ന കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്ന കേട്ടോ. അതിൻ്റെ കുറവുകളൊക്കെ കാണും, ക്ഷമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ടാവും, എൻ്റെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ നമ്മളിന്ന് കബാബ് പൗഡറൊക്കെ മേടിച്ച് അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മിക്സ് ചെയ്ത് സെറ്റാക്കണം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ അകത്ത് ചേർക്കുന്നത് മുട്ടയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ നാരങ്ങയൊക്കെ ലെമൺ പിഴിഞ്ഞൊഴിച്ച് സെറ്റാക്കി. പിന്നെ അതിൻ്റെ അകത്ത് ചിക്കൻ നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ച് പകുതി വേവിക്കുകയാണ്. പകുതി വേവിച്ചിട്ടാണ് നമ്മളത് സെറ്റാക്കുന്നത്. അപ്പോൾ ചിക്കൻ അതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന പരിപാടികളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്ന കേട്ടോ. അതിൻ്റെ ഒരു കുറവുകളൊക്കെ ഉണ്ട്. ഇതാണ്. അപ്പോൾ ഇത് ചെയ്ത് മിക്സ് ചെയ്യുന്നത് നമ്മുടെ രഞ്ജിത്താണ്, പാലക്കുന്നേലെ. അവൻ്റെ ഫേസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാണിക്കാൻ പറ്റില്ല, സോറി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ ചിക്കൻ ജിഞ്ചറൊക്കെ ഇത് ചെയ്യുന്ന കേട്ടോ. 10 രൂപയുടെ ഒരു പാക്കറ്റ് മേടിച്ചാൽ അതൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് എല്ലാം സെറ്റാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് ഇപ്പം ഈ പേസ്റ്റോടെ മിക്സ് ചെയ്തിട്ട് നേരെ കുക്കറിൻ്റെ അകത്ത് വെക്കാനുള്ള പരിപാടിയിലാണ്. ഇങ്ങനെയൊക്കെയാണ് ഓരോന്നോരോന്നൊക്കെ നമ്മൾ ചെയ്തല്ലേ പഠിക്കുന്നത്. ഇങ്ങനെ വേവിക്കാനുള്ള പരിപാടി ഉണ്ടോ. കുക്കറിൽ വെച്ച് അടച്ച് സെറ്റാക്കുക. എന്നാ പറയാനാ, ഞാനും ചിക്കൻ കബാബ് അങ്ങനെ കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് അടിപൊളി. തിളയ്ക്കുന്നൊക്കെ തിളപ്പ് കണ്ടാ ചിക്കൻ കിട്ടത്തേയും വാവ്, അടിപൊളിയല്ലേ, സെറ്റാട്ടോ. ഞാൻ ആദ്യമായിട്ടോ ഉണ്ടാക്കുന്നത്. അതിലൊരു പരിചയക്കുറവുണ്ട്. നിങ്ങൾക്കുണ്ടാക്കാൻ അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിയാം. അതിൻ്റെ പോരായ്മകളൊക്കെ ക്ഷമിക്കണം. എനിക്ക് വയ്യ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചിക്കനൊക്കെ പൊരിച്ചോണ്ടിരിക്കുക കേട്ടോ സംഭവം. പിന്നെ പാതി വേവായതുകൊണ്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് ഇട്ടു. പിന്നെ ഉദ്ദേശിച്ച കളറൊന്നും കിട്ടിയില്ല കേട്ടോ, റെഡ്. ഇനിയിപ്പോൾ റെഡൊക്കെ വേണമെന്നെങ്കിൽ നമ്മൾ ഇനിയിപ്പം ബിരിയാണിക്കാർ ചിക്കൻ പൊരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ, കിട്ടുന്നൊരു പൗഡർ, അതൊക്കെ നമ്മൾ മേടിക്കണ്ടേ, നോക്കിയില്ല. അപ്പം ഉള്ള പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ചെയ്യാം കേട്ടോ. പിന്നെ ന്യൂ ഇയറൊക്കെ അല്ലേ, ഇങ്ങനെയൊക്കെ അല്ലേ അടിപൊളിയാക്കാൻ പറ്റുള്ളൂ. ന്യൂ ഇയർ ആയതിൻ്റെ പേരിൽ നമ്മുടെ മേശിരിയാണ് എൻ്റെ സ്പോൺസർ ചെയ്തേക്കണേ ചിക്കനൊക്കെ. എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറി വേണം, എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മകൾ വേണം നമുക്ക്, അതിനു വേണ്ടി ചെയ്യുന്ന. അങ്ങനെ കൊടകിലൊരു ന്യൂ ഇയർ ആഘോഷിക്കുന്ന പരിപാടിയായിട്ടത്. അങ്ങനെ ചിക്കനൊക്കെ വറുത്തുകൊണ്ടിരിക്കുന്നു. ഇനി വറുത്ത് കോരണം, കോരാൻ വേണ്ടി പോവുക കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെക്ക് പേസ്റ്റൊക്കെ ചെയ്ത് എൻ്റെ അകത്തേക്ക് ചിക്കനൊക്കെ വാരിയിട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ. അപ്പം രഞ്ജിത്തിനെ ഏൽപ്പിച്ചേക്ക് കൂട്ടണേ സംഭവമൊക്കെ കോരാൻ വേണ്ടി. അവൻ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പരിമിതികൾ കൊണ്ടാട്ടോ അതൊക്കെ ചെയ്യുന്നത്. പിന്നെ വീഡിയോ എടുക്കാനൊക്കെ നമ്മളെ വീട്ടിലൊന്നുമല്ല ചെയ്യുന്നത്, അതുകൊണ്ടൊക്കെയാണ് ചെറിയ പാത്രങ്ങളിലൊക്കെ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, പണിക്കാർ മാത്രം. അപ്പം നമുക്ക് ഇപ്പം ചെയ്യാലോ ധൈര്യമായിട്ട്. ചെയ്ത് അടിപൊളി ടേസ്റ്റാട്ടോ, സെറ്റാ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല രുചിയുണ്ട്. ടേസ്റ്റ് നോക്കിയേ.
ചിക്കൻ അത്യാവശ്യം നന്ന 2 വിസിലടിച്ചത് ചിക്കൻ നന്നായിട്ട് വെന്തു. പിന്നെ മുക്കി അതിൻ്റെ അത് ഇട്ട് ഒന്ന് വറുത്തങ്ങെടുത്തുന്നുള്ളൂ. എന്നാ പറയാനാ, അങ്ങനെ ന്യൂ ഇയർ ആയതുകൊണ്ട് 2024 31 ഇങ്ങനൊരു ലൈഫിൽ ആദ്യമായിട്ടൊരു എന്നാ പറയുക, ഇതിലുണ്ടാക്കി കഴിക്കാൻ സെറ്റായത്. അടിപൊളിയായി സാധനം റെഡിയാക്കി വെച്ചാൽ കണ്ടോ, നല്ല ടേസ്റ്റാണ്. കാന്താരിമുളക് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതിനകത്ത് അരച്ച്.